വലിയ ഒരു നഷ്ടമാണ്. അടുത്ത സ്കൂൾ സീസണുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധനങ്ങൾ ഇറക്കി വെച്ച ഒരു സമയത്താണ് ഈ നടന്നിട്ടുള്ളത്. നമ്മൾ കൃത്യമായി ഇതിൻ്റെ ഉത്തരവാദി KSEB ആണ്. KSEB അതിന് പരിഹാരം കണ്ടവരങ്ങ് നഷ്ടപരിഹാരം ഗവൺമെൻറ് നൽകണം എന്ന് തന്നെയാണ് കച്ചവടക്കാർ ശക്തമായി വാദിക്കുന്നത്. സംഘടന നിയമപരമായി ചിലപ്പോൾ അതിനെ നേരിടാനുള്ള ശ്രമം നടത്തും. ഏകദേശം 1.5 കോടിയോളം സ്റ്റോക്കും ഫർണിച്ചർ കമ്പ്യൂട്ടർ എല്ലാം കൂടെ ഉണ്ട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ ടാലന്റ് ബുക്ക് ഹൗസിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ KSEBയുടെ വീഴ്ചയെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ P. കുഞ്ഞാവു ഹാജി സംഭവസ്ഥലം സന്ദർശിച്ച് ചാനൽ 10 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരിന്തൽമണ്ണ ടാലന്റ് ബുക്ക് ഹൗസിലെ തീപിടുത്തം ഉടമസ്ഥന്റെയോ ജീവനക്കാരുടെയോ വീഴ്ചയല്ലെന്നും സംഭവത്തിന് ഇലക്ട്രിസിറ്റി ബോർഡിൽ പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടാവാത്തതാണ് കാരണമെന്നും തീപിടുത്തം KSEBയുടെ വീഴ്ചയാണെന്നും KSEB ഇടപെട്ട് ഉടമയ്ക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റുമായ P. കുഞ്ഞാവു ഹാജി പറഞ്ഞു. സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം ചാനൽ 10 ന്യൂസുമായി പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ ഉണ്ടായ ഈ സംഭവം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഞങ്ങളൊരു കുറ്റമോ ഒരു കുറവോ അല്ല, ഞങ്ങളൊരു വീഴ്ചയല്ല. ഇത് കൃത്യമായി ഇവിടെ മാത്രമല്ല ഒന്നാകാത്തത് എന്താണെന്നുള്ളത് ദൈവത്തിൻ്റെ ഭാഗ്യം എന്ന് നമുക്ക് കാണുള്ളൂ. കാരണം ചില കടകളിലൊക്കെ ഭാഗികമായിട്ടൊക്കെ ചില തീപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് എവിടെയും കാണാത്തതാണ്. ഇത് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇലക്ട്രിസിറ്റിയിൽ പ്രയാസമുണ്ട്, കറണ്ടിൻ്റെ പ്രവർത്തനം ശരിയല്ല എന്ന് നേരെ പോയി ഇലക്ട്രിസിറ്റി പോയി എഴുതി കൊടുത്ത് വന്ന ആളാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അയാളുടെ കടയിൽ നിന്ന് രാത്രി കത്തുന്നത് മുൻകൂട്ടി എല്ലാം അറിഞ്ഞതാണല്ലോ. ഇങ്ങനെ സംഭവം മുൻകൂട്ടി അറിയിച്ചതാണ്. അപ്പോൾ അതിനുശേഷം പരിഹാരം ഉണ്ടാക്കേണ്ട KSEB ആയിരുന്നു. വലിയ ഭീമമായ ഒരു സംഖ്യ ഒരു തരത്തിലും കച്ചവടക്കാരന് താങ്ങാൻ പറ്റുന്ന ഒരു നഷ്ടമല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ചെന്തൊക്കെയാണെങ്കിൽ നമുക്കൊരു വിഷയവുമില്ല. വലിയ ഒരു നഷ്ടമാണ്. അടുത്ത സ്കൂൾ സീസണുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധനങ്ങൾ ഇറക്കി വെച്ച ഒരു സമയത്താണ് ഈ നടന്നിട്ടുള്ളത്. നമ്മൾ കൃത്യമായി ഇതിൻ്റെ ഉത്തരവാദി KSEB ആണ്. KSEB അതിന് പരിഹാരം കണ്ടവരങ്ങ് നഷ്ടപരിഹാരം ഗവൺമെൻറ് നൽകണം എന്ന് തന്നെയാണ് കച്ചവടക്കാർ ശക്തമായി വാദിക്കുന്നത്. ഞങ്ങളൊക്കെ സഹായിക്കും. ഞങ്ങളുടെ സഹായത്തിന് ഒരു പരിമിതിയില്ലേ, ഒരാൾക്ക് സഹായിക്കാൻ എതിരെ സാധിക്കുക. ഞങ്ങൾ കഴിവിനനുസരിച്ച് ഞങ്ങൾ ചെയ്യും, അതിന് സംശയമൊന്നുമില്ല. ഏതായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് KSEBയുടെ ഭാഗത്ത് നിന്ന് ഇത് പരിഗണിച്ചുകൊണ്ട് നല്ല സഹായം ഇതിന് ലഭിക്കണം എന്ന് മാത്രമാണ് സന്ദർഭത്തിൽ പറയാനുള്ളത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാഗത്തു നിന്നും സ്ഥാപന ഉടമയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അനാസ്ഥ ഈ വിഷയത്തിൽ പ്രകടമാണെന്നും സംഭവത്തിൽ സംഘടന നിയമപരമായി നേരിടാൻ ശ്രമിക്കുമെന്നും പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു പറഞ്ഞു. ഞങ്ങൾ ഇന്നിപ്പോൾ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിട്ടുണ്ട്. അതിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത പല ഷോപ്പുകളിലും കമ്പ്യൂട്ടറും ബോർഡ് ലൈറ്റൊക്കെ അടിച്ചു പോയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം തന്നെ പെരിന്തൽമണ്ണയിൽ പല ഭാഗത്തും ഈ കറണ്ട് ഫ്ലക്ച്വേഷൻ കൂടിയും കുറഞ്ഞും ഉണ്ടായിരുന്ന അവസ്ഥ ഇതിൻ്റെ സ്ഥാപന ഉടമ നേരിട്ട് പോയി പരാതി എഴുതി കൊടുത്തതാണ്. എന്നിട്ടാണ് ഇന്ന് പുലർച്ചെ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ അനാസ്ഥ തികച്ചും ഇതിലുണ്ട്. സംഘടന നിയമപരമായി ചിലപ്പോൾ അതിനെ നേരിടാനുള്ള ശ്രമം നടത്തും. കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ സ്ഥാപനത്തിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. വൈകിട്ട് കറണ്ട് വന്നതോടെ വൈദ്യുതിയിൽ ഫ്ലക്സേഷൻ ഉണ്ടായിരുന്നതായും തുടർന്ന് 9 മണിയായിട്ടും വ്യത്യാസമൊന്നും കാണാത്തത് കാരണം KSEBയിൽ പരാതി ബോധിപ്പിച്ചിരുന്നുവെന്നും സ്ഥാപന ഉടമ ടാലന്റ് ലത്തീഫ് പറഞ്ഞു. ലൈൻമാൻ ട്രാൻസ്ഫോമറിൽ പരിശോധന നടത്തി. പോസ്റ്റിൽ രാവിലെ വന്ന് പരിശോധന നടത്താമെന്നാണ് പറഞ്ഞിരുന്നത്. സ്ഥാപനത്തിൽ ഫർണിച്ചറുകളും സ്റ്റോക്കും കമ്പ്യൂട്ടറുകളും അടക്കം ഏകദേശം 1.5 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും സ്ഥാപന ഉടമ ടാലന്റ് ലത്തീഫ് ചാനൽ 10 ന്യൂസിനോട് പറഞ്ഞു. ഏകദേശം 1.5 കോടിയോളം സ്റ്റോക്കും ഫർണിച്ചർ കമ്പ്യൂട്ടർ എല്ലാം കൂടെ ഉണ്ട്. ഇന്നലെ വൈകുന്നേരം മുതൽ ഉച്ച മുതൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം കറണ്ട് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ഫ്ലക്ച്വേഷനിലാണ് ഉണ്ടായിരുന്നത്. ആ ഫ്ലക്ച്വേഷൻ കാരണം നമ്മൾ ജനറേറ്റർ തന്നെയാണ് കട ഓടിയിരുന്നത്. അങ്ങനെ കഴിഞ്ഞ് പിന്നെ 9 മണി കഴിഞ്ഞിട്ടും കറണ്ട് വന്ന് കാണാത്തത് കൊണ്ട് നമ്മളൊന്ന് പോയിട്ട് പറഞ്ഞാണ് പിറ്റേ ദിവസം വരേണ്ടതാണല്ലോ എന്നുണ്ട്. അപ്പോൾ ഈ കടയൊക്കെ അടച്ചു പോയി കഴിഞ്ഞാൽ ജനറേറ്റർ ഒന്നും ഉണ്ടാവില്ല. ആ സമയത്ത് ക്യാമറയൊന്നും വർക്ക് ചെയ്യുമല്ലോ. അതിന് വേണ്ടിയിട്ട് പോയി പറഞ്ഞ് അപ്പോൾ അവിടെ അറിയുന്ന ആളായതുകൊണ്ട് അപ്പം തന്നെ ഒരു ലൈനാണ് പറഞ്ഞയച്ച് അവർ ചെക്ക് ചെയ്ത് ട്രാൻസ്ഫോമറിൽ ചെക്ക് ചെയ്തു. അപ്പോൾ അവിടെ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ കേബിൾ അതിൻ്റെ മുകളിൽ പോസ്റ്റിൽ കയറണമെങ്കിൽ ഇപ്പോൾ രാവിലെ നേരത്തെ വന്നിട്ട് ശരിയാക്കാമെന്നുള്ള ഒരു പറഞ്ഞിട്ട് അവർ പോയി. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ ലൈനൊക്കെ ഓഫ് ചെയ്ത് പോയാൽ മതിയായിരുന്നു. നമ്മൾക്കും ഒരിക്കലും പ്രതീക്ഷ. ഞാനും 91 മുതൽ പെരിന്തൽമണ്ണയിൽ കച്ചവടക്കാരൻ തന്നെയാണ്. പല ഇതേപോലത്തെ കാര്യങ്ങളിലും പെരിന്തൽമണ്ണയിൽ പല തീപിടുത്തുണ്ടാകുമ്പോൾ നമ്മളൊക്കെ സജീവമായിട്ട് പങ്കെടുത്തു. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലല്ലോ. ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience,
Waltons. Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand-picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockeries. And cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.